ഓക്കെ. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻറ്റിൻ്റെ പേര് ട്രയാങ്കുലർ വേവ് ജനറേറ്റർ എന്നുള്ളതാണ്. ഇവിടെ നമ്മളൊരു ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് കൺസിഡർ ചെയ്ത് അപ്പോൾ ആ ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിസ്റ്റേഴ്സിനെയും കപ്പാസിറ്റേഴ്സിനെയും നമ്മൾ ഡിസൈൻ ചെയ്തതിന് ശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ്സ് ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിന് ആവശ്യമായിട്ടുള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന കമ്പോണൻസ് പറയുന്നത് IC741 രണ്ടെണ്ണം ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഒരു കപ്പാസിറ്റർ വേണം, റെസിസ്റ്റർ വേണം, CRO, പവർ സപ്ലൈ ആൻഡ് ബ്രെഡ് ബോർഡ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഡ്യുവൽ ഇൻപുട്ട് പവർ സപ്ലൈ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തിയറി നോക്കുകയാണെങ്കിൽ ഒരു ട്രയാങ്കുലർ വേവ് ജനറേറ്റർ എന്ന് പറയുന്നത് ഒരു ഓസിലേറ്റർ ആണ്. അത് നമുക്ക് കിട്ടുന്നത് എന്താണ്? ട്രയാങ്കുലർ വേവ് തന്നെയായിരിക്കും. അപ്പോൾ ഇതൊരു റിലാക്സേഷൻ ഓസിലേറ്റർ നമ്മളിതിനെ വിളിക്കാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോൺ ലീനിയർ ഓസിലേറ്റർ ആണ്. ഇത് നമുക്ക് സൈനുസോയിഡൽ ആയിട്ടുള്ള വേവ്സ് അല്ല, നോൺ സൈനുസോയിഡൽ ആയിട്ടുള്ള റിപ്പീറ്റേറ്റീവ് ഔട്ട്പുട്ട് സിഗ്നലാണ് നമുക്കിതൊന്നും ലഭിക്കുന്നത്. നോൺ സൈനുസോയിഡൽ ആയിട്ടുള്ള ട്രയാങ്കുലർ വേവ്, ട്രയാങ്കുലർ പോലെയുള്ള വേവ്. ഇപ്പോൾ നമുക്കിത് ട്രയാങ്കുലർ വേവ് ജനറേറ്റർ ആയതുകൊണ്ട് ട്രയാങ്കുലർ വേവ് ആണ് നമുക്കിത് കിട്ടുന്നത്. ഒരു റിലാക്സേഷൻ ഓസിലേറ്റർ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സർക്യൂട്ട് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്ക്വയർ വേവിനെ ഒരു ട്രയാങ്കുലർ വേവായിട്ട് ഇൻ്റഗ്രേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു സ്ക്വയർ വേവ് ജനറേറ്ററിലോട്ട് ഒരു ഇൻ്റഗ്രേറ്റർ കണക്ട് ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് ട്രയാങ്കുലർ വേവ്സ് ഫോം ചെയ്യുന്നുണ്ട്. ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ കണക്ട് ചെയ്യുന്ന കപ്പാസിറ്ററിൻ്റെ ആൾട്ടർനേറ്റീവ് ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ആണ്. അതുവഴിയാണ് നമുക്കവിടെ വേവ് നമുക്ക് ഫോർമേഷൻ സംഭവിക്കുന്നത്. ഇതിൻ്റെ മറ്റു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്ക് ദ ഫ്രീക്വൻസി ഓഫ് ട്രയാങ്കുലർ വേവ് ഈസ് സെയിം ആസ് ദ സ്ക്വയർ വേവ്. നമുക്കിവിടെ നമ്മുടെ സ്ക്വയർ വേവിൻ്റെയും നമ്മൾ ജനറേറ്റ് ചെയ്ത ട്രയാങ്കുലർ വേവിൻ്റെയും ഫ്രീക്വൻസി സെയിം ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ വേവിൻ്റെ നമ്മുടെ ജനറേറ്റ് ചെയ്ത ട്രയാങ്കുലർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് കുറയും. കാരണം ഇത് റെസിപ്രോക്കൽ റിലേഷൻഷിപ്പാണ് ഫ്രീക്വൻസിയും കപ്പാസിറ്റൻസും തമ്മിൽ. ആ ഒരു റീസൺ കാരണമാണ് നമ്മുടെ ട്രയാങ്കുലർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡും അതിൻ്റെ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് മാറുന്നത്. ഇപ്പോൾ നമുക്കിതിൻ്റെ സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ട്രയാങ്കുലർ വേവിൻ്റെ സർക്യൂട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ട് കോമ്പോണൻസ് ആണ്, രണ്ട് ഒപ്പാംസ് ഉണ്ട് നമ്മൾ പറഞ്ഞു. രണ്ട് കോമ്പോണൻസ് ആണ്. ഒരു കമ്പാരേറ്റർ കോമ്പോണൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഇൻറ്റഗ്രേറ്റർ കോമ്പോണൻ്റ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ ആക്ട്സ് ആസ് ദി കമ്പാരേറ്റർ കോമ്പോണൻ്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദി ഇൻറ്റഗ്രേറ്റർ കോമ്പോണൻ്റ്. കമ്പാരേറ്റർ കോമ്പോണൻറ്റിൽ നമുക്ക് സ്ക്വയർ വേവ് കിട്ടുന്നുണ്ട്. ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ട്രയാങ്കുലർ വേവ് ആക്കുന്നതാണ് ഈ ഒരു കോമ്പോണൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന സ്ക്വയർ വേവ് ആണ്. അതിൽ നമുക്ക് ട്രയാങ്കുലർ വേവ് ജനറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു കമ്പാരേറ്റർ ഉണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ഓഫ് ആമ്പിൻ്റെ ഇൻവേർട്ടിംഗ് ടെർമിനൽ നമ്മൾ ഗ്രൗണ്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ നിന്ന് R1 R2 എന്ന് പറഞ്ഞ ഒരു പൊട്ടൻഷ്യൽ ഡിവൈഡർ കണക്ഷനാണ് വരുന്നത്. ഇതിൽ R1നെ നമ്മൾ ഫസ്റ്റ് ഓഫ് ആമ്പിൻ്റെ 6 കണക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ R2നെ നമ്മൾ സെക്കൻഡ് ഓഫ് ആമ്പിൻ്റെ 6 കണക്ട് ചെയ്യുന്നത്. ഈ രണ്ട് ഒപ്പ് ആമ്പിനെ നമ്മൾ കണക്ട് ചെയ്യുന്ന മേജർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന റെസിസ്റ്റർ എന്ന് പറയുന്നത് ഈ R3 ആണ്. ആൻഡ് ദിസ് ഈ ഒരു സെക്കൻഡ് ഓഫ് ആമ്പിൻ്റെ സെക്കൻഡ് ടെർമിനലും ഇൻവേർട്ടിംഗ് ടെർമിനൽ is connected to the ഒരു 6 കണക്ട് ചെയ്യുന്ന ഒരു കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് എൻ്റെ ബേസിക് കണക്ഷൻ. ആൻഡ് ആൾസോ ഇവിടെ നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലാണ് ഗ്രൗണ്ട് ചെയ്യുന്നതെങ്കിൽ ഇതിൽ ഇൻവേർട്ടിംഗ് ടെർമിനലാണ് നമ്മൾ ഗ്രൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ളൊരു വോൾട്ടേജാണ് നമ്മൾ മെയിനായിട്ടും റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ വോൾട്ടേജ് ഇതൊരു ഗ്രൗണ്ടഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ 0 വോൾട്ടേജ് ആണ്. അപ്പോൾ നമ്മളിവിടെയുള്ള വോൾട്ടേജ് എപ്പോൾ പോസിറ്റീവ് ആവുന്നോ നമ്മുടെ പാമ്പ് എന്ന് പറഞ്ഞാൽ +V സാച്ചുറേഷനിലോട്ടാണ് പോകുന്നത്. +V സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് സാച്ചുറേഷനിലോട്ടാണ് കിടക്കുന്നത്. ഇതേ സമയം നമ്മുടെ സെക്കൻഡ് ഒപ്പാമ്പിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു നെഗറ്റീവ് റാമ്പായിരിക്കും. ഒരു നെഗറ്റീവ് റാമ്പാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കാം. അതായത് ഇനീഷ്യലി നമ്മുടെ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് ഒരു 0 വോൾട്ടേജ് ആണ്. ഇവിടെ നമ്മൾ +V വോൾട്ടേജ് പോസിറ്റീവ് വോൾട്ടേജ് ആണ്. നമ്മൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +V സാച്ചുറേഷനിലോട്ട് ഫസ്റ്റ് ഒപ്പാമ്പ് നമ്മളെന്താണ് +V സാച്ചുറേഷനിലോട്ട് പോകും. ഇതേ സമയം നമ്മുടെ സെക്കൻഡ് ഒപ്പാമ്പിൽ എന്താണ് ഒരു നെഗറ്റീവായിട്ടുള്ള റാമ്പാണ് ഫോം ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന ഈ ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത് എപ്പോൾ നെഗറ്റീവ് ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നെഗറ്റീവ് ആവുമ്പോൾ ഇവിടെ വീണ്ടും ഫസ്റ്റ് ഒപ്പാമ്പ് നെഗറ്റീവ് സാച്ചുറേഷനിലോട്ട് വരികയാണ് ചെയ്യുന്നത്. നെഗറ്റീവ് സാച്ചുറേഷനിലോട്ട് എത്തുന്ന ആ ടൈം നമ്മുടെ സെക്കൻഡ് ഒപ്പാമ്പ് എന്ന് പറയുന്നത് എന്തിലോട്ടാണ് പോകുന്നത്? ഒരു പോസിറ്റീവ് റാമ്പിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മൾ ജസ്റ്റ് ഒരു ഷോർട്ടായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെൻ ദ P ഈസ് ഈക്വൽ ടു ആ പോയിന്റിനെയാണ് നമ്മൾ P എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പോയിന്റ് ആണ് P. ഇതിലത്തെ വോൾട്ടേജ് എപ്പോൾ പോസിറ്റീവ് ആവുന്നോ
പോസിറ്റീവ് ആവുന്നോ, ആ എബവ് 0 വോൾട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്, പോസിറ്റീവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് A1 എന്ന് പറയുന്നത് +V സാച്ചുറേഷനിലോട്ടും A2 എന്ന് പറയുന്നത് നെഗറ്റീവ് സാച്ചുറേഷനിലോട്ടുമാണ് പോകുന്നത്, വോൾട്ടേജിലോട്ടാണ്, റാമ്പിലോട്ടാണ് പോകുന്നത്. എപ്പോൾ P നെഗറ്റീവ് ആവുന്നോ A1 എന്ന് പറയുന്നത് നെഗറ്റീവ് V സാറ്റിലോട്ടും A2 എന്ന് പറയുന്നത് നെഗറ്റീവ് പോസിറ്റീവ് ഗോയിങ് റാമ്പിലോട്ടാണ് പോകുന്നത്. ഈ ഫിഗർ നമുക്കതൊന്ന് മനസ്സിലാക്കാം. ആൻഡ് ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നമ്മളിവിടെ കൊടുക്കുന്ന വോൾട്ടേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് 12 വോൾട്ടേജ് സപ്ലൈ ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ 7 ഈ 2 ഒപ് ആമ്പിൻ്റെയും കണക്ഷൻ്റെ ശ്രദ്ധിക്കുക, 2ൻ്റെയും 7 നമ്മളൊരു കോമൺ ടെർമിനലിലോട്ട് കൊടുത്തിട്ട് അത് നമ്മൾ +VCCയിലോട്ട് കണക്ട് ചെയ്യാണ്. ആൻഡ് അതേപോലെ തന്നെ 4ഉം കോമൺ ടെർമിനലിലോട്ട് കൊടുത്തിട്ട് നമ്മളതിനെ നെഗറ്റീവ് VCCയിലോട്ട് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഗ്രൗണ്ടും കൊടുക്കുന്നുണ്ട്. നമ്മളതിൻ്റെ ഔട്ട്പുട്ട് വേവ്, നമുക്ക് കിട്ടുന്ന ട്രയാങ്കുലർ വേവ് നമുക്ക് എങ്ങനെയാണ് CROൻ്റെ ടെർമിനൽ പ്രോബെന്ന് പോസിറ്റീവ് ടെർമിനൽ നമ്മൾ എങ്ങോട്ട് കണക്ട് ചെയ്യും, ഈ സെക്കൻഡ് ഒപ് ആമ്പിലാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന ട്രയാങ്കുലർ വേവ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ 6ലോട്ടും ഗ്രൗണ്ടിലോട്ടുമാണ് നമ്മൾ നമ്മുടെ CROൻ്റെ പ്രോബ്സ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ കണക്ഷൻ വരുന്നത്. ആൻഡ് ഇതിൻ്റെ ഡിസൈനിങ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിസൈനിങ്ങിന് ആവശ്യമായിട്ടുള്ള 2 ഇക്വേഷൻസ് ആണ്. അതായത് ഒന്ന് ട്രയാങ്കുലർ വേവിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ R1 / 4 × R2 R3C ആണ്. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷനാണ് പീക്ക് ടു പീക്ക് വോൾട്ടേജ് ഓഫ് ദി റാമ്പ് എന്ന് പറയുന്നത് 2R2 / R1 × VSAT. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ പീക്ക് ടു പീക്ക് വോൾട്ടേജ് നമ്മൾ 5 ആയിട്ട് സെറ്റ് ചെയ്യാണ്, V സാച്ചുറേഷൻ 10 ആയിട്ട് സെറ്റ് ചെയ്യാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് 12 വോൾട്ട് ആയിരിക്കും നമ്മുടെ ഡ്യുവൽ ഇൻപുട്ട് സപ്ലൈയിൽ കൊടുക്കുന്നത്. അപ്പോൾ അതിനേക്കാൾ 2-3 വോൾട്ടേജ് കുറഞ്ഞ അളവിലായിരിക്കും ഈ സാച്ചുറേഷൻ വേണ്ടത്. ആൻഡ് ദെൻ നമ്മൾ R1 അസ്യൂം ചെയ്യാണ് 1 കിലോ ഓം എന്ന്. അതിനുശേഷം നമുക്ക് ഇതിന് R2 കാൽക്കുലേറ്റ് ചെയ്യാം. ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് R2 = ഇതിങ്ങോട്ട് പോയി ടേംസ് എല്ലാം അപ്പുറത്തോട്ട് പോയി V op ഇൻറ്റു പീക്ക് ടു പീക്ക് വോൾട്ടേജ് ഇൻറ്റു R1 / VSAT ഇൻറ്റു VSAT/2 തന്നെ. ഈ ഒരു ഫോമിലാണ് വരുന്നത് ഇക്വേഷൻ. നമ്മൾ വാല്യൂസ് കൊടുക്കുകയാണ്, 5 അങ്ങനെ വാല്യൂസ് എല്ലാം കൊടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് 250 ഓം അറൗണ്ടാണ് വരുന്നത്. നമുക്ക് അതിനെ അപ്രോക്സിമേറ്റ് ചെയ്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 220 ഓമിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഓരോ ഫ്രീക്വൻസിക്കും നമ്മുടെ എയിം എന്തായിരുന്നു, ഡിഫറെൻറ്റ്